ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഡാൻസ് ഓഫ് ലഹരി പരിശോധനയ്ക്കിടെ ഓടി രക്ഷപ്പെട്ട നടൻ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങി പോലീസ്. ഹാജരാകാൻ ആവശ്യപ്പെട്ട നടൻ ഇന്നു തന്നെ നോട്ടീസ് നൽകും. ഹോട്ടലിലെ പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് കടന്നതെന്തിനെന്ന് ഷൈൻ ടോം ചാക്കോ വിശദീകരിക്കണം. ആവശ്യമെങ്കിൽ താരത്തെ രാസപരിശോധനയ്ക്കും വിധേയനാക്കും. ഷൈൻ ടോം ചാക്കോക്കെതിരെ പരാതിയും കേസുമില്ല. എങ്കിലും ലഹരി പരിശോധനയ്ക്കിടെ ഓടിക്കളഞ്ഞ നടന്റെ നീക്കത്തിൽ പോലീസ് ദുരൂഹത സംശയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ ഷൈൻ ടോം ചാക്കോ പോലീസിന് മുൻപിൽ ഹാജരാവണം. നഗരത്തിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനെ തേടിയാണ് പോലീസ് ഷൈൻ ടോം ചാക്കോയുടെ ഹോട്ടൽ മുറിയിൽ പരിശോധനയ്ക്കെത്തിയത്. നമ്മൾ വേറൊരു ട്രക്ക് ഡീലറെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മുറി എടുത്തായിട്ട് മനസ്സിലായി. അപ്പോൾ ഇയാൾ അവിടെ ഉണ്ടാകുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറി ചെന്ന് മുട്ടി കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായാലും ഒരാൾ മുറി തുറന്നു. ഇയാൾ അവിടെ നിന്ന് ചാടിപ്പോയി. രണ്ടു കാര്യങ്ങളിലാണ് പോലീസ് ഷൈനിൽ നിന്ന് വ്യക്തത വരുത്തുക. കയ്യിൽ ലഹരി ഉണ്ടായിരുന്നത് കൊണ്ടാണോ ഉപയോഗിച്ചത് കൊണ്ടാണോ കടന്നു കളഞ്ഞതെന്ന് അറിയുകയാണ് ലക്ഷ്യം. നിലവിൽ ഷൈൻ തമിഴ്നാട്ടിലാണുള്ളത്. നോട്ടീസ് ഷൈൻ ടോം ചാക്കോയുടെ തൃശ്ശൂരുള്ള വീട്ടിൽ നേരിട്ടെത്തിച്ച് നൽകും. അന്വേഷണത്തോട് ഷൈൻ സഹകരിക്കുമെന്ന് കുടുംബം നേരത്തെ വ്യക്തമാക്കിയിരുന്നു. വിൻസി അലോഷ്യസിൽ നിന്ന് എക്സൈസ് വിവരങ്ങൾ തേടാൻ ശ്രമിച്ചെങ്കിലും നിയമ നടപടികൾക്ക് താൽപ്പര്യമില്ലെന്ന് കുടുംബം അറിയിച്ചു. എന്നാൽ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രാഥമിക അന്വേഷണം നടത്താനാണ് എക്സൈസ് തീരുമാനം. അഭിമുഖങ്ങളിൽ വന്നിരുന്ന അഴകുഴമ്പൻ സംസാരം നടത്തുന്ന ഷൈൻ ടോം ചാക്കോയുടെ സ്ഥിരം നമ്പറൊന്നും പോലീസിന് മുൻപിൽ വിലപ്പോകില്ല. എന്തിനാണ് ഓടിയതെന്നും ആരെ കാണാൻ വേണ്ടിയാണ് ഓടിയതെന്നും ലഹരി കയ്യിലുണ്ടായിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസിന് മുൻപിൽ ഷൈൻ വിശദീകരിക്കേണ്ടി വരും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ നടൻ ഷൈൻ ടോം ചാക്കോയെ തൽക്കാലം സിനിമയിൽ നിന്നും മാറ്റി നിർത്താൻ ആലോചന. നിലവിലെ സിനിമകൾ പൂർത്തിയാക്കാൻ അനുവദിക്കുമെങ്കിലും പുതിയ കരാറിൽ ഏർപ്പെടരുതെന്ന് നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകാനാണ് സിനിമാ സംഘടനകളുടെ ആലോചന. സിനിമാ സെറ്റ് പവിത്രമായ സ്ഥലമല്ലെന്നും സിനിമാ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കുമെന്നും എക്സൈസ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. നടി വിൻസി അലോഷ്യസ് ഷൈൻ ടോം ചാക്കോക്കെതിരെ നടത്തിയ വെളിപ്പെടുത്തൽ അതീവ ഗൗരവത്തോടെയാണ് സിനിമാ സംഘടനകൾ നോക്കിക്കാണുന്നത്. നടനെതിരെ ഫിലിം ചേംബർ ഉടൻ നടപടി സ്വീകരിക്കും. താരസംഘടനയായ അമ്മയിൽ നിന്ന് നടനെ സസ്പെൻഡ് ചെയ്യാനും നീക്കം നടക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ വിശദീകരണം കൂടി കേട്ട ശേഷമാകും അമ്മ നടപടി സ്വീകരിക്കുക. ഷൈൻ ടോം ചാക്കോക്കെതിരായ നടിയുടെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ സിനിമാ മേഖലയിൽ പരിശോധനകൾ ശക്തമാക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി എം പി രാജേഷ്. ഈ ഉയർന്നു വന്ന എല്ലാ പ്രശ്നങ്ങളിലും എല്ലാ വിവരങ്ങളിലും വന്ന ഇൻഫർമേഷൻസ് എല്ലാം വെച്ച് എക്സൈസിന്റെ പരിശോധനയും വിവരം തേടലും നടത്തും. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ. ഷൈൻ ടോം ചാക്കോക്ക് നന്നാകാൻ ഒരവസരം കൂടി നൽകുന്നതിന്റെ ഭാഗമായാണ് സംഘടനകൾ പൂർണ്ണ വിലക്കിലേക്ക് പോകാത്തത്. നിലവിലുള്ള സിനിമകൾ പൂർത്തിയാക്കാൻ ഷൈനെ അനുവദിക്കുമെങ്കിലും നടനുമായി പുതിയ കരാറിൽ ഏർപ്പെടരുതെന്ന് നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകാനാണ് സിനിമാ സംഘടനകളുടെ തീരുമാനം. 24 കൊച്ചി. ലഹരി പരിശോധനയ്ക്കിടെ ഹോട്ടൽ മുറിയിൽ നിന്നിറങ്ങിയോടിയ നടൻ ഷൈൻ ടോം ചാക്കോയെ എറണാകുളം സെൻട്രൽ ACPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യും. ഡാൻസ് ഓഫ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ചോദ്യം ചെയ്യൽ. ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലെത്തി നോട്ടീസ് നൽകാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു, ഈ ഷൈൻ ടോം ചാക്കോ ഇപ്പോൾ കേരളത്തിലില്ല എന്നാണല്ലോ പോലീസ് പറയുന്നത്. തമിഴ്നാട്ടിലോ മറ്റോ ആണ് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നോട്ടീസ് ഈ നടൻ കൈപ്പറ്റുമോ എന്നറിയില്ല. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ അന്വേഷിക്കുന്ന പോലീസിനെയും ഡാൻസ് ഓഫിനെയും ഒക്കെ പരിഹസിക്കുന്ന തരത്തിൽ ആണല്ലോ സമൂഹ മാധ്യമങ്ങളിൽ ഈ നടൻ ഇപ്പോഴും ചില വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ നിലയിൽ ഉള്ള ഒരാളിനെ കേസൊന്നും എടുക്കാതെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ വരും എന്നാണോ പോലീസ് കരുതുന്നത്? വിജയകുമാർ, ഷൈൻ ടോം ചാക്കോ അന്വേഷണത്തോട് സഹകരിക്കും എന്ന് തന്നെയാണ് പോലീസിന്റെ ഈ ഘട്ടത്തിലെ വിലയിരുത്തൽ. നിലവിൽ ഷൈൻ ടോമിനെതിരെ പരാതിയും കേസുമില്ലാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുക്കാൻ, തമിഴ്നാട്ടിൽ പോയി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവരാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ചില തടസ്സങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഡാൻസ് ഓഫ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ. അതായത് തങ്ങളവിടെ പരിശോധനയ്ക്ക് എത്തിയ ഘട്ടത്തിൽ അവിടെ ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്നുവെന്നും അയാൾ ഞങ്ങളെ കണ്ടപാടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു, അതിൽ ചില ദുരൂഹതകളുണ്ട്, ചില സംശയങ്ങൾ തങ്ങൾക്കുണ്ട് എന്ന്
ചൂണ്ടിക്കാട്ടി അതിൽ തുടരന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടാണ് ഡാൻസ് ഓഫ് സിറ്റി പോലീസ് കമ്മീഷണർക്കും അതോടൊപ്പം തന്നെ സെൻട്രൽ ACPക്കും അടക്കമുള്ള ആളുകൾക്ക് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ടിൽ മേലാണ് ഷൈൻ ടോം ചാക്കോയെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഷൈൻ്റെ തൃശ്ശൂരുള്ള വീട്ടിൽ നോട്ടീസ് ഇന്ന് തന്നെ എത്തിക്കാനുള്ള തീരുമാനമുണ്ട്. നോട്ടീസ് ലഭിച്ചു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ സാധാരണഗതിയിൽ പോലീസിന് മുമ്പാകെ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അതുകൊണ്ട് അല്ലെങ്കിൽ അത് പിന്നെ കേസിലേക്കും അടുത്ത നടപടിയിലേക്കൊക്കെ പോകും. അതുകൊണ്ട് ഷൈൻ അതിനൊന്നും മുതിരില്ല. ഷൈൻ കൃത്യമായി തന്നെ പോലീസിന് മുമ്പിലേക്ക് എത്തും എന്നാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഷൈൻ വളരെ സേഫ് സോണിലാണ്. ഷൈനെതിരെ തെളിവുകളൊന്നും കണ്ടെത്താനായിട്ടില്ല, ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താനായിട്ടില്ല. ചില അഭ്യൂഹങ്ങളും ചില ആശങ്കകളും അല്ലെങ്കിൽ ചില വ്യക്തത കുറവുകളൊക്കെയാണ് പോലീസിനുള്ളത്. അതൊന്ന് സാധൂകരിക്കുന്നതിന് വേണ്ടി, അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം മാത്രമാണിത്. അതിൽ ചോദ്യം ചെയ്യുന്ന വഴി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ എറണാകുളം സെൻട്രൽ പോലീസിന്റെ തീരുമാനം. നോർത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തുടർ നടപടികളൊക്കെ സ്വീകരിക്കുക നോർത്ത് പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരിക്കും. വിജയകുമാർ. യെസ്, ഷൈൻ ടോം ചാക്കോയുടെ വീട്ടിലെത്തി ഇന്ന് തന്നെ പോലീസ് നോട്ടീസ് നൽകും. നേരിട്ട് ഹാജരാകണം, അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യും. അതാണ് പോലീസിന്റെ പദ്ധതി. അതുമായി ഈ നടൻ സഹകരിക്കുമോ എന്നറിയില്ല. സഹകരിക്കുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ളവരെ വെറുതെ വിട്ട വിചാരണ കോടതി നടപടിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് പ്രോസിക്യൂഷൻ. ഹൈക്കോടതിയിലാണ് അപ്പീൽ നൽകുന്നത്. പ്രതികൾക്കെതിരായി സംശയാതീതമായി കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച സംഭവിച്ചുവെന്ന ഉത്തരവിൽ വിചാരണ കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികളെ വിചാരണ കോടതി വെറുതെ വിട്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ഉത്തരവിന്റെ പകർപ്പിൽ പ്രോസിക്യൂഷന് രൂക്ഷമായ വിമർശനമാണുള്ളത്. പ്രതികൾക്കെതിരെ സംശയാതീതമായി കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷന് വീഴ്ച പറ്റിയതായി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനൊപ്പം പുതിയ സംഭവവികാസങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ് കേസിൽ അപ്പീൽ നൽകാൻ പ്രോസിക്യൂഷൻ തീരുമാനിച്ചത്. കൊക്കൈൻ കേസിലെ അന്വേഷണം നടപടിക്രമങ്ങൾ പാലിച്ച് പൂർത്തിയാക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും വിചാരണ കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഷൈൻ ടോം ചാക്കോ ഉൾപ്പെടെയുള്ള 5 പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. 1-ാം പ്രതി രേഷ്മയുടെ പോക്കറ്റിൽ നിന്ന് കൊക്കൈൻ കണ്ടെത്തിയിട്ടില്ലെന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥ വിചാരണ ഘട്ടത്തിൽ പറഞ്ഞു. രഹസ്യവിവരം ലഭിച്ചുവെന്ന പ്രോസിക്യൂഷന്റെ വാദം പോലീസ് പെട്രോളിംഗ് സംഘം കോടതിയിൽ തള്ളിപ്പറഞ്ഞു. ഷൈൻ ടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റ് തുറന്നതാരാണെന്നും ആദ്യം അകത്തേക്ക് കടന്നതാരാണെന്നും പോലീസ് ഉദ്യോഗസ്ഥന് ഓർമ്മയില്ലെന്നുമാണ് വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ് വിധിയിൽ വിചാരണ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. 24 കൊച്ചി. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. മുനമ്പത്തുകാർ നിയമപോരാട്ടം തുടരണമെന്ന കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണത്തിന് പിന്നാലെ ക്രൈസ്തവ സഭയിൽ ചുവടുമാറ്റം. പ്രശ്നപരിഹാരം സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് കരുതുന്നില്ലെന്നും കോടതി വിധി തന്നെയാകും അന്തിമമെന്നും കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞു. ആർച്ച് ബിഷപ്പിന്റെ പ്രസ്താവനയെ CPIM സ്വാഗതം ചെയ്തു. വഖഫ് ഭേദഗതി നിയമത്തിന് അനുകൂലമായി ക്രൈസ്തവ സംഘടനകൾ പരസ്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്നാൽ ബില്ല് പാസാക്കിയ ശേഷം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജുവിന്റെ പ്രതികരണം സഭയ്ക്കുള്ളിൽ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോഴിക്കോട് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കലിന്റെ നിർണായക പ്രതികരണം. ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കപ്പെടാനല്ല ഓരോ ഗവൺമെന്റും ആഗ്രഹിക്കുക. കാരണം അത് പരിഹരിക്കുന്ന ഒരു ഗവൺമെന്റിന് ഒരു മൈലേജ് കൂടെയല്ലേ. അപ്പോൾ മനഃപൂർവ്വം ഇത് മാറ്റിവെച്ച് അത് തടസ്സപ്പെടുത്തുകയാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് വന്നാലും കോർട്ട് ഇടപെട്ടത് കാരണം കോർട്ടിൻ്റെ വിധിയായിരിക്കും അന്തിമ വിധി. ഈസ്റ്ററിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ആർച്ച് ബിഷപ്പിന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയം. നിലപാട് സ്വാഗതം ചെയ്ത് CPIM രംഗത്തെത്തി. വർഗീയ ചേരിതിരിവിനുള്ള BJP-RS ശ്രമം വിലപ്പോയില്ല എന്നതിന്റെ തെളിവാണ് പ്രസ്താവനയെന്ന് MV ഗോവിന്ദൻ. ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ BJPയും RSSും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ചേരിതിരിവ് ഉണ്ടാക്കാനായില്ല എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ തിരുമേനിയിൽ നിന്ന് ഉണ്ടായത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജേനറ്റോ ദുഃഖവെള്ളി സന്ദേശത്തിൽ മുനമ്പം പരാമർശിച്ചെങ്കിലും കടുത്ത നിലപാടിലേക്ക് കടന്നില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ പ്രതീകം മുനമ്പം ജനതയെന്ന് ആർച്ച് ബിഷപ്പ്. തങ്ങളുടെ ഭൂമിയും ഭവനവും സംരക്ഷിക്കാൻ പോരാടുന്ന മുനമ്പം നിവാസികൾ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് വഖഫ് ഭേദഗതി ബില്ലിനെ പാർലമെന്റിൽ പിന്തുണയ്ക്കണമെന്നായിരുന്നു കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആഹ്വാനം. എന്നാൽ കേന്ദ്രമന്ത്രിയുടെ വിശദീകരണത്തോടെ മുൻ നിലപാടിൽ നിന്നുള്ള സഭയിലെ ചുവടുമാറ്റവും വ്യക്തമാവുകയാണ്. 24 തിരുവനന്തപുരം. വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധത്തിൽ സംഘർഷമുണ്ടായ പശ്ചിമബംഗാളിലെ മുർഷിദാബാദിലേക്ക് ഗവർണർ CV ആനന്ദബോസ്. സന്ദർശനം നീട്ടിവെക്കണമെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അഭ്യർത്ഥന തള്ളിയാണ് ഗവർണറുടെ നടപടി. അതേസമയം ഇക്കാര്യത്തിൽ ബംഗ്ലാദേശ് നടത്തിയ പരാമർശം ഇന്ത്യ തള്ളി.
കലാപമുണ്ടായ മൂർഷിദാബാദിലെ നിലവിലെ സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഗവർണർ CV ആനന്ദബോസ് സ്ഥലം സന്ദർശിക്കുന്നത്. പ്രദേശത്തെ സ്ഥിതിഗതികൾ ശാന്തമാകും വരെ സന്ദർശനം നീട്ടിവെക്കണമെന്ന മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ അപേക്ഷ തള്ളിയാണ് ഗവർണറുടെ സന്ദർശനം. കലാപത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കൽക്കട്ട ഹൈക്കോടതി 3-അംഗ സമിതി രൂപീകരിച്ചു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ, സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി എന്നിവയിലെ പ്രതിനിധികൾ ഉൾപ്പെട്ടതാണ് സമിതി. കലാപത്തെ തുടർന്ന് പ്രദേശം വിട്ടുപോയവരെ കണ്ടെത്തണം. FIR ഫയൽ ചെയ്യുന്നതിൽ നാശനഷ്ടങ്ങളും സഹായവും വിലയിരുത്തണം. നടപടി സംബന്ധിച്ച് മെയ് 15-നകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിലുണ്ട്. അതിനിടെ ന്യൂനപക്ഷ മുസ്ലിം ജനതയെ ഇന്ത്യ സംരക്ഷിക്കണമെന്ന ബംഗ്ലാദേശ് സർക്കാർ വക്താവ് ഷഫീഖുൽ ആലം നടത്തിയ പരാമർശം ഇന്ത്യ തള്ളി. സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ബംഗ്ലാദേശ് ശ്രദ്ധിക്കണമെന്ന വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു. 24 ഡൽഹി. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുന്നു. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളും നടന്നു. മുനമ്പം, ലഹരി, വന്യജീവി ആക്രമണം തുടങ്ങിയ വിഷയങ്ങൾ സൂചിപ്പിച്ചായിരുന്നു മതമേലധ്യക്ഷന്മാരുടെ ദുഃഖവെള്ളി സന്ദേശം. ക്രൈസ്തവ ന്യൂനപക്ഷത്തിനെതിരായ അതിക്രമങ്ങളിൽ BJP പരോക്ഷമായി വിമർശിച്ച് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി രംഗത്തെത്തി. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. മനുഷ്യകുലത്തിന്റെ പാപം ചുമലിലേറ്റി യേശുക്രിസ്തു കുരിശിലേറിയെന്നാണ് വിശ്വാസം. അനന്തമായ സ്നേഹത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശം പകർന്ന വിശുദ്ധ ദിനം. പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവ ലോകം ദുഃഖവെള്ളിയുടെ സന്ദേശം പങ്കിടുകയാണ്. ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴി പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. എറണാകുളം ക്യൂൻ മേരീസ് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് സീറോ മലബാർ സഭാധീശൻ മേജർ ആർച്ച് ബിഷപ്പ് റഫേൽ തട്ടിൽ നേതൃത്വം നൽകി. കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ നിന്നുള്ള കുരിശിന്റെ വഴിക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നേതൃത്വം നൽകി. തിരുവനന്തപുരം പാളയം സെന്റ് ജോസഫ് പള്ളിക്ക് മുന്നിൽ നിന്നുള്ള സംയുക്ത കുരിശിന്റെ വഴി ചടങ്ങുകൾക്ക് ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയും സിറോ മലങ്കര സഭാധ്യക്ഷൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ബസൂലിയസ് മാർ ക്ലിമീസും സന്ദേശം നൽകി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? ബുദ്ധി നശിച്ചുപോയ, ഒന്നിനോടും പ്രതികരിക്കുവാൻ ശേഷിയില്ലാത്ത ഒരു തലമുറയെ അവശേഷിപ്പിക്കുന്നതിന് ഗൂഢസംഘങ്ങൾ ലഹരിയുമായി നമ്മുടെ വീടിന്റെ മുൻപിലും കലാലയങ്ങളുടെ മുൻപിലും പൊതുസ്ഥലത്തും അഴിഞ്ഞാടുമ്പോൾ ക്രൂശ് ഉയർത്തി നമുക്ക് പറയാം, രാജ്യത്ത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾ ചൂണ്ടിക്കാട്ടി സിറോ മലബാർ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ക്രിസ്ത്യാനി ആയതിന്റെ പേരിൽ പീഡ അനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട്. കോട്ടയം മണർക്കാട് മാർത്തമറിയം പള്ളിയിൽ ദുഃഖവെള്ളി ശുശ്രൂഷകൾക്ക് യാക്കോബായ സുറിയാനി സഭാധ്യക്ഷൻ ബസൂലിയസ് ജോസഫ് കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കോട്ടയം വാഴൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസൂലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും ശുശ്രൂഷകൾ നൽകി. മലയാറ്റൂർ ഉൾപ്പെടെയുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് ഒഴുകിയെത്തിയത്. ന്യൂസ് ഡെസ്ക് 24. പോലീസ് നിർദ്ദേശം ലംഘിച്ച് ഇടുക്കി തൊമ്മൻകുത്തിലെ തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴിയുമായി വിശ്വാസികൾ. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശു പൊളിച്ച സ്ഥലത്തേക്ക് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത്. നമ്മൾ ഓൾറെഡി ഒരു കേസ് കളി അറേഞ്ച് എടുത്തിട്ടുണ്ട്. ആ കേസിന്റെ പ്രകാരം നമുക്ക് ഡയറക്ഷൻ ഉണ്ട്, ഇത് അനുവദിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് അകത്തേക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ച് ചെയ്യാനാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ബ്രാൻഡിൽ ഞങ്ങൾക്ക് കയറണോ അതൊന്നും പറ്റില്ല. ഞങ്ങൾക്ക് രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, അവിടെ കുരിശിന്റെ വഴി പൂർത്തിയാക്കി വിശ്വാസികൾ പുരോഹിതരൊക്കെ അവിടെ ഒന്ന് മടങ്ങിയല്ലോ അല്ലേ? അവിടെ മറ്റു തരത്തിൽ പിന്നീട് തർക്കങ്ങളോ ഒന്നും ഉണ്ടായില്ലല്ലോ അല്ലേ? വിജയകുമാർ, മറ്റു തരത്തിലുള്ള തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായില്ല. സമാധാനപരമായിട്ട് വിശ്വാസികൾ പ്രാർത്ഥനായജ്ഞം പൂർത്തിയാക്കി അവർ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇത് രാവിലെയാണ് ഈ സെന്റ് തോമസ് ചർച്ചിലെ ദുഃഖവെള്ളി ആചരണവുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾക്ക് ശേഷം കുരിശുമല കയറാൻ വേണ്ടി ഈ തർക്കഭൂമിയിലേക്ക് വിശ്വാസികൾ എത്തുന്നത്. കഴിഞ്ഞ 40-ാം വെള്ളി വിശ്വാസികൾ സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് JCB കൊണ്ട് പൊളിച്ചു മാറ്റിയിരുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കിടയാക്കിയിരുന്നു. ആ സ്ഥലത്തേക്കാണ് ഇന്ന് പള്ളി വികാരിയുടെ നേതൃത്വത്തിൽ ഈ വിശ്വാസികൾ കുരിശുമല കയറുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്തത്. ഈ ഭൂമിയുടെ അടുത്ത് വെച്ച് വനംവകുപ്പും പോലീസും ചേർന്ന് വിശ്വാസികളെ തടഞ്ഞു. എന്നാൽ ആ തടസ്സം മറികടന്നുണ്ട്, അല്ലെങ്കിൽ ആ വലയം ഭേദിച്ചുകൊണ്ട് വിശ്വാസികൾ ഈ തർക്കഭൂമിയിൽ എത്തുകയും ആ കുരിശ് പൊളിച്ച സ്ഥലത്ത് നിന്ന് പ്രാർത്ഥനായജ്ഞം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വനംവകുപ്പ് ഇപ്പോഴും ആവർത്തിക്കുന്നത് തൊടുപുഴ റിസർവ് ഫോറസ്റ്റിൽ ഉൾപ്പെടുന്ന സ്ഥലത്താണ് ഈ കുരിശ് സ്ഥാപിച്ചത്, അതുകൊണ്ടാണ് പൊളിച്ചു മാറ്റിയതെന്നാണ്. എന്നാൽ ഈ വിശ്വാസികൾ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ വിശദീകരണം, അവരുടെ വാദം, ഇത് കൈവശാവകാശമുള്ള ഭൂമിയാണ്, കൈവശ ഭൂമിയാണ്. അവിടെ ഒരു വിശ്വാസി ഈ പള്ളിക്ക് വേണ്ടി നൽകിയ സ്ഥലത്താണ് ഈ കുരിശ് സ്ഥാപിച്ചത്. അത് പൊളിച്ചത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ വിശ്വാസികൾ ആവർത്തിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇന്ന് ഇങ്ങോട്ട് തന്നെ ഈ കുരിശിൻ്റെ മല നടത്താൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. എന്തായാലും ഈ പോലീസ് നിർദ്ദേശവും വനംവകുപ്പിൻ്റെ തടസ്സവും ഭേദിച്ചുകൊണ്ട് ആ തർക്കഭൂമിയിലേക്ക് കയറിയ ആളുകൾക്കെതിരെ വനംവകുപ്പ് നിയമ നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ വിശ്വാസ വാരം കഴിഞ്ഞതിന് ശേഷം കുരിശ് വീണ്ടും സ്ഥാപിക്കുമെന്നാണ് ഈ വിശ്വാസികൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ കുരിശ് പൊളിക്കലുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിൽ കൂടുതൽ ഒരു കുരിശ് സ്ഥാപിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വനംവകുപ്പ് അതിനെ എങ്ങനെ നേരിടും എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കാണേണ്ടതുമാണ്. വിജയകുമാർ. യെസ്, തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് ആ കുരിശ് പൊളിച്ച സ്ഥലത്തേക്ക് കുരിശിന്റെ വഴി സംഘടിപ്പിച്ചത്. പോലീസ് തടഞ്ഞെങ്കിലും അവിടെ എത്തി പ്രാർത്ഥനകൾ പൂർത്തിയാക്കി ഇപ്പോൾ വീടുകളിലേക്ക് മടങ്ങിയിട്ടുണ്ട്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത് ഇടുക്കിയിൽ നിന്ന്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ സമരരംഗത്തുള്ള 3 വനിതാ CPO ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ 45 പേർക്ക് നിയമന ശുപാർശ. വിവിധ വിഭാഗങ്ങളിലായി 45 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതോടെയാണ് നിയമന ശുപാർശ നൽകിയത്. അതേസമയം അർഹതപ്പെട്ടവർക്ക് നിയമനം നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ അഡ്വൈസ് മെമ്മോ ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതീകാത്മക വോട്ടെടുപ്പ് സമരം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന 45 പേർക്കാണ് അഡ്വൈസ് മെമ്മോ ലഭിച്ചത്. പുതിയതായി രൂപീകരിച്ച പോക്സോ വിങ്ങിലും പോലീസ് അക്കാദമിയിലും വന്ന ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. അതേസമയം നിയമന ശുപാർശ കിട്ടാത്തവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ്. പ്രതീകാത്മക ബാലറ്റ് പെട്ടിയിൽ വോട്ട് ചെയ്താണ് ഇന്നത്തെ പ്രതിഷേധം. ഞങ്ങളുടെ കൂട്ടത്തിലാകെ 3 പേർക്ക് മാത്രമേ അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടുള്ളൂ. സമരം ചെയ്തവരിൽ 3 പേർ മാത്രമേ ഉള്ളൂ. ഗവൺമെൻറ് അനുകൂലമായ ഒരു നടപടി എടുക്കുമായിരിക്കും. കാരണം അവർക്ക് സത്യമൊക്കെ അറിയാമല്ലോ. നമ്മളുടെ വേദന അവർ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ക്യാബിനറ്റിൽ തീരുന്നതല്ലല്ലോ ഈ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും. കഴിഞ്ഞ 17 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ സമരമുറകളുമായി പ്രതിഷേധത്തിലാണ് വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ്. നാളെയാണ് 967 പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുക. ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഉദ്യോഗാർത്ഥികളുടെ പ്രതീക്ഷ അവസാനിച്ചു. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും VM സുധീരനും സമരക്കാരെ സന്ദർശിച്ചു. 24 തിരുവനന്തപുരം. ഒരു മാസം പിന്നിട്ട ആശാ വർക്കേഴ്സിന്റെ നിരാഹാര സമരം. ഇന്ന് കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല, VM സുധീരൻ എന്നിവർ സമരപ്പന്തൽ സന്ദർശിച്ചു. ആശാ വർക്കേഴ്സിനെ ഒറ്റപ്പെടുത്തുന്നത് ശരിയല്ലെന്നും മുഖ്യമന്ത്രിക്ക് സമരം ചെയ്യുന്നവരോട് അസഹിഷ്ണുതയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആശാ വർക്കേഴ്സിന്റെ രാപ്പകൽ സമരം ഇന്ന് 68ാം ദിവസത്തിലാണ്. മന്ത്രി V ശിവൻകുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സമരത്തിൽ പിന്നീട് സർക്കാർ തല ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല. കോൺഗ്രസ് മുഖപത്രം നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ക്രമക്കേട് കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ യോഗം വിളിച്ച AICC നേതൃത്വം. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ നാളെ വൈകിട്ട് 4-നാണ് യോഗം. കേസിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരെ 1ഉം 2ഉം പ്രതികളാക്കി ED കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും 1ഉം 2ഉം പ്രതികളാക്കി കുറ്റപത്രം സമർപ്പിച്ച ED നടപടിക്കെതിരെ തുടർ നീക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് കോൺഗ്രസ് നാളെ യോഗം ചേരുന്നത്.
അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെയും മുതിർന്ന അഭിഭാഷകനും രാജ്യസഭാ എംപിയുമായ അഭിഷേക് മനു സിംഗ്വിയുടെയും നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ കേസിനെ നിയമപരമായി നേരിടുന്നതിനൊപ്പം തുടർ പ്രതിഷേധങ്ങളും ചർച്ചയാകും. ജനറൽ സെക്രട്ടറിമാർ, സംസ്ഥാന ചുമതലയുള്ളവർ, യൂത്ത് കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവരോട് യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അഹമ്മദാബാദിലെ സമ്മേളനത്തിന് പിന്നാലെയുള്ള ED നീക്കം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ളതെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. സമ്മേളന തീരുമാനപ്രകാരം സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി പാർട്ടി മുന്നോട്ടു പോകുമ്പോൾ കേസെടുത്ത് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും ആരോപണമുണ്ട്. ഏപ്രിൽ 25-ന് കേസ് കോടതി പരിഗണിക്കും. അതിനിടെ ഏപ്രിൽ 21, 22 തീയതികളിൽ രാഹുൽ ഗാന്ധി അമേരിക്കയിലെ ബ്രൗൺ യൂണിവേഴ്സിറ്റി സന്ദർശിക്കും. വിദ്യാർത്ഥികളും അധ്യാപകരുമായും സംവദിക്കും. വിനീത VG, 24, ഡൽഹി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിക്കും ഡാൽമിയ സിമൻസിനും തിരിച്ചടി. ജഗൻമോഹൻ റെഡ്ഡിയുടെ ഡാൽമിയ സിമൻസിലുള്ള 27.5 കോടി രൂപയുടെ ഓഹരി ED കണ്ടുകെട്ടി. ഡാൽമിയ സിമൻസിന്റെ 793 കോടി രൂപ മൂല്യമുള്ള സ്വത്താണ് ED ആകെ കണ്ടുകെട്ടിയത്. 14 വർഷം മുൻപുള്ള കേസിലാണ് EDയുടെ നടപടി. ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് രാജശേഖർ റെഡ്ഡി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജഗന്റെ ഉടമസ്ഥതയിലുള്ള 2 കമ്പനികളിൽ ഡാൽമിയ സിമൻസ് നിക്ഷേപം നടത്തിയിരുന്നു. ഇതിന് പകരമായി ജഗൻമോഹൻ വഴി കടപ്പയിൽ 407 ഹെക്ടർ ഭൂമിയിൽ ഡാൽമിയ സിമൻസിന് ഖനനാനുമതി ലഭിച്ചെന്നാണ് EDയുടെയും CBIയുടെയും കണ്ടെത്തൽ. ജഗൻമോഹൻ റെഡ്ഡി തന്റെ കമ്പനിയുടെ ഓഹരികൾ ഫ്രഞ്ച് കമ്പനിക്ക് വിറ്റിരുന്നു. ഇതിന്റെ തുക ഹവാല ഇടപാടിലൂടെയാണ് ഇന്ത്യയിൽ എത്തിച്ചതെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ തുടർച്ചയായാണ് EDയുടെ നീക്കം. മാർച്ച് 31-നാണ് ED നടപടിയെടുത്തതെങ്കിലും ഇന്നലെയാണ് ഡാൽമിയ സിമൻസ് കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചത്. നിയമപോരാട്ടം തുടരുമെന്ന് കമ്പനി വ്യക്തമാക്കി. നടപടിയിൽ ജഗൻമോഹൻ റെഡ്ഡി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തെലങ്കാന. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ ഇളകി വീണ് 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിറാമാണ് മരിച്ചത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, ഇവിടെ ഈ ആനക്കൂട് സന്ദർശിക്കാനെത്തിയ ആ സംഘത്തിലുള്ള കുഞ്ഞാണോ അപകടത്തിൽപ്പെട്ടത്? എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ജയശങ്കർ? അതായത് ഇന്ന് അവധി ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്ര ദർശനം ഉൾപ്പെടെ നടത്തി ഈ അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമും കുടുംബവും ഈ കോന്നിയിലെ ആനക്കൂട് സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. അങ്ങനെ ആനക്കൂട് സന്ദർശനം നടത്തുന്നതിനിടെ ഇവിടെയുള്ള ഒരു കോൺക്രീറ്റ് തൂണിൽ ഈ കുട്ടികൾ കളിച്ചു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു തൂണ് ഇളകി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ കുട്ടിയുടെ മേത്തേക്ക് ഈ തൂണ് വീണാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചിരിക്കുന്നത്. 4 വയസ്സുകാരനായ അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് എന്തായാലും മരണപ്പെട്ടിരിക്കുന്നത്. കുട്ടിയെ ഈ അപകടം സംഭവിച്ച ഉടൻ തന്നെ പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. പക്ഷേ നിലവിലെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 4 വയസ്സുകാരൻ മരണപ്പെട്ടു എന്നാണ് വിവരം. എന്തായാലും പോലീസും വനം വകുപ്പൊക്കെ ഇതിൽ പരിശോധന ആരംഭിച്ചിട്ടേ ഉള്ളൂ. പ്രാഥമികമായി തൂണ് കാലപ്പഴക്കം കൊണ്ടാണോ മറ്റെന്തെങ്കിലും കേടുപാട് കൊണ്ടാണോ ഇളകി വീണത് സംബന്ധിച്ച് പരിശോധന നടക്കുന്നു. സ്ഥലത്തേക്ക് പോലീസ് ഉൾപ്പെടെ എത്തുന്ന സാഹചര്യമേ ഉള്ളൂ. ഈ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ആശുപത്രിയിലാണ് നിലവിലുള്ളത്. എന്തായാലും ഈ തൂണിന്റെ കാലപ്പഴക്കമാണ് ഇത്തരത്തിൽ അപകടത്തിലേക്ക് നയിച്ചതെന്ന് സംബന്ധിച്ച് ഇനി എല്ലാം പരിശോധനകൾ നടക്കേണ്ടത്. കുട്ടികൾ ഈ കുട്ടി ഈ തൂണിൽ കളിക്കുന്നതിനിടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായി. തൂണ് കുട്ടിയുടെ മേത്തേക്ക് മറഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത് വളരെ ദാരുണമായ ഒരു സംഭവമാണ്. കാരണം അവധി ദിവസമാണ്. അവധി ദിവസത്തിൽ ക്ഷേത്രദർശനം ഉൾപ്പെടെ നടത്തി ഈ കുടുംബം ഒരു വിനോദത്തിന് വേണ്ടിയാണ് കൊന്നിയിൽ ആനക്കൂട്ടിൽ ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണമായ അപകടം ഉണ്ടായത്. രക്ഷിതാക്കളുടെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിലാണ് ഇത്തരം ഒരു അപകടം എന്നതും അതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് അധികൃതർ തന്നെയാണ് ഈ കുട്ടിയെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. എന്തായാലും കുട്ടി മരണപ്പെട്ടു എന്നാണ് ആശുപത്രിയിൽ നിന്ന് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ജയശങ്കർ, തുടരുക. ഈ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഇതാണ് ആ തൂണ്. ഈ ആനക്കൂട്ടിലിന് പുറത്തുള്ള ഒരു തൂണാണ്. അതാണ് ആ കുഞ്ഞിന്റെ ശരീരത്തേക്ക് വീണത്. ഇതിൽ ജയശങ്കർ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഇത് ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഇളകിയിരുന്നതാണോ? അതിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നോ അവിടെ? അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുള്ളതാണെങ്കിൽ അവിടേക്ക് ആളുകൾ പോകാതിരിക്കുകയൊക്കെയാണല്ലോ ചെയ്യാറ്. അങ്ങനെ മുന്നറിയിപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത്. അവിടെ ആ കുഞ്ഞ് അതിൽ പിടിച്ചു കളിക്കുകയോ മറ്റോ ചെയ്തപ്പോൾ അതിൻ്റെ ശരീരത്തേക്ക്, 4 വയസ്സുകാരനാണ്, അതിൻ്റെ ശരീരത്തേക്ക് അത് വീണു എന്നാണ് കരുതേണ്ടത് അല്ലേ? എന്താണ് അവിടെ സംഭവിച്ചതെന്നത് സംബന്ധിച്ച് ഈ ആനക്കൂട്ടിൽ അതിൻ്റെ ചുമതലയുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരോ അവിടെ ഏതെങ്കിലും മറ്റ് അതിൻ്റെ അധികാരികളോ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ?
സത്യത്തിൽ ഇനി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ തന്നെ പ്രതികരണം വേണം. എന്നാൽ മാത്രമേ അവിടെ എന്ത് സംഭവിച്ചു എന്ന കാര്യം അറിയാൻ സാധിക്കൂ. കാരണം ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഇനി CCTV ഉൾപ്പെടെ ഉണ്ടോ, ഇനി അതിലെന്തെങ്കിലും കണ്ടെത്താനായി ഉൾപ്പെടെ ഇനി വനം വകുപ്പാണ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടത്. കാലപ്പഴക്കം കൊണ്ടാണോ തൂൺ തകർന്നു വീണ ഉൾപ്പെടെ അറിയേണ്ടതുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ തൂണിന്റെ അടുത്ത് പോകരുതെന്നുള്ള നിർദ്ദേശമൊന്നും ആനക്കൊട്ടിൽ ഉണ്ടായിരുന്നില്ല. ഈ സഞ്ചാരികളൊക്കെ ഇതിന് പരിസരത്തു കൂടി പോകുന്ന ഒരു സാഹചര്യം ഉള്ളതാണ്. പക്ഷേ ഏത് ഘട്ടത്തിൽ എങ്ങനെ ഈ അപകടം സംഭവിച്ചു സംബന്ധിച്ച് ഇനി വരും മണിക്കൂറുകളിൽ അന്വേഷണം വേണം. എന്തായാലും ഒരു 4 വയസ്സുകാരന് ജീവൻ നഷ്ടമായിരിക്കുന്നു. മറ്റു തരത്തിലുള്ള ഒരു മുന്നറിയിപ്പും ഇത് സംബന്ധിച്ചുണ്ടായില്ല. കോന്നിയിലെ ഇക്കോ ടൂറിസം സെന്ററിന്റേതാണ് ഈ ആനക്കുട്ടിൽ. എന്തായാലും വലിയ തോതിലുള്ള സഞ്ചാരികൾ വരുന്നൊരു ദിവസമാണ്, അവധി ദിവസമാണ്. ആ അവധി ദിവസത്തിലാണ് ഇത്തരത്തിലൊരു ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത്. 4 വയസ്സുകാരന് ജീവൻ നഷ്ടമാകുന്നു. ഇതിനടുത്തും സമാനമായ രീതിയിലുള്ള തൂണുകളുണ്ട്. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ബലക്ഷയം സംബന്ധിച്ച ബോർഡുകളൊന്നും ഈ തൂണിന് സമീപത്ത് നിലവിൽ സ്ഥാപിച്ചിട്ടില്ല. ഈ കുട്ടി ഈ തൂണിൽ ചേർന്നുകൊണ്ട് കളിക്കുന്ന ഘട്ടത്തിൽ ആണ് ഇത്തരത്തിലൊരു അപകടം പൊടുന്നനെ സംഭവിക്കുന്നത്. ഈ തൂണിന്റെ കാലപ്പഴക്കം തന്നെ ആകാം അപകട കാരണം എന്നാണ് പ്രാഥമികമായ നിഗമനം. പക്ഷേ പരിശോധനകൾ വനംവകുപ്പിന്റെയും ഒപ്പം തന്നെ പോലീസിന്റെയും നടക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിലൊരു ഉറപ്പ് ലഭിക്കൂ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വരും മണിക്കൂറിൽ ഉണ്ടാവും. കൃത്യമായ അന്വേഷണം വേണം. അതിനുശേഷം മാത്രം ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയുണ്ടാകും. എന്തായാലും ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് നിലവിൽ ഈ അപകടം പറ്റിയ സ്ഥലത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ബാക്കി ഇനി തുടർ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരിക. എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച കൊണ്ട് ഉൾപ്പെടെയുള്ള പരിശോധനകൾ എന്തായാലും ഉണ്ടാകുമെന്നാണ് നമുക്ക് പോലീസിൽ നിന്നും മറ്റും ലഭ്യമാകുന്ന വിവരം. ഈ ദൃശ്യങ്ങൾ പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ നിന്നാണ്. അവിടെ ഒരു കോൺക്രീറ്റ് തൂൺ ഇളകി വീണ ഒരു 4 വയസ്സുകാരന് ദാരുണാന്ത്യം. അടൂർ കടമ്പനാട് സ്വദേശി അഭിറാമാണ് മരിച്ചത്. SKN40 കേരള യാത്രയെ അഭിനന്ദിച്ച് CPM ജനറൽ സെക്രട്ടറി MA ബേബി. ലഹരിക്കെതിരായ മാധ്യമ ഇടപെടൽ അഭിനന്ദനാർഹം. ചലച്ചിത്ര താരങ്ങൾ മാതൃകയാകേണ്ടവരാണെന്നും ചില താരങ്ങളുടെ ഇടപെടൽ അപമാനകരമാണെന്നും MA ബേബി പറഞ്ഞു. നിങ്ങളുടെ ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ പ്രധാന നേതാവ് തന്നെ ശ്രീകണ്ഠൻ നായർ പറയുന്നുണ്ട്. അത് എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഒരു കേരള യാത്ര നടത്തുകയാണ്. ചലച്ചിത്ര താരങ്ങളെല്ലാം മാതൃകയാകേണ്ടവരാണ്. അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളതാണ്. സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ ഉന്നത സ്ഥാനത്തിരിക്കുന്നവരെല്ലാം മാതൃക കാണിക്കേണ്ടതിന് പകരം അവരിത്തരം കൊസ്രാക്കൊള്ളിത്തരം കാണിക്കുന്നു എന്ന് വരുന്നത് അവമാനകരമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ റിപ്പോർട്ടിൻ്റെ ചില കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂൺ ഇളകി വീണൊരു 4 വയസ്സുകാരൻ മരിച്ചിരുന്നു. ആ കുഞ്ഞിൻ്റെ ബന്ധുക്കൾ അല്പസമയം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. നമുക്ക് വൈകാതെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാം. അടൂർ കടമ്പനാട് സ്വദേശി അഭിറാമായിരുന്നു മരിച്ചത്. ആ കുഞ്ഞിനോടോ കൂടെ അവിടെ ഉണ്ടായിരുന്നവരാണ് പ്രതികരിച്ചത്. അല്പസമയത്തിനകം ആ പ്രതികരണം പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിയും. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറം തിരൂരങ്ങാടിയിൽ മദ്യലഹരിയിൽ അയൽവാസികൾക്ക് നേരെ കൊലവിളി നടത്തിയ യുവാവ് അറസ്റ്റിലായി. അരീക്കോട് കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ പിടികൂടി. ലഹരിയെക്കുറിച്ച് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. 5 കിലോ കഞ്ചാവുമായാണ് ഒഡീഷയിൽ നിന്നുള്ള കഞ്ചാവ് കൃഷിക്കാർ കൊച്ചി നാർക്കോട്ടിക് സെല്ലിന്റെ പിടിയിലായത്. മലപ്പുറം അരീക്കോട് 1 കിലോ കഞ്ചാവും കഞ്ചാവ് ചെടികളുമായി ഇതര സംസ്ഥാന തൊഴിലാളി പിടിയിലായിട്ടുണ്ട്. ആസാം നാഗോൺ സ്വദേശി മുഹമ്മദ് ഹനീഫയാണ് അറസ്റ്റിലായത്. കാവനൂരിലെ വാടക വീട്ടിൽ ബക്കറ്റിലായിരുന്നു ഇയാൾ 2 കഞ്ചാവ് ചെടികൾ വളർത്തിയിരുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചാൽ എക്സൈസ് സ്വന്തം നിലയിൽ പരിശോധന നടത്തുമെന്ന് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ. അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന പവിത്രതയൊന്നുമില്ല. അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ ഉണ്ടാവും. മലപ്പുറം തിരുരങ്ങാടിയിൽ മദ്യലഹരിയിൽ അയൽവാസികൾക്കു നേരെ കൊലവിളി നടത്തിയ യുവാവ് അറസ്റ്റിലായി. ചമ്മാട് മാനിപ്പാടം സ്വദേശി നടമ്മൽ പുതിയകത്ത് റാഫിയെയാണ് തിരുരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാലം കെട്ടി വന്ന ഞമ്മടത്തേക്ക് വരരുത്. വന്ന പള്ളക്ക് ഞാൻ കേട്ടു. തിരുവനന്തപുരം പോത്തൻകോട് ലഹരി മാഫിയ സംഘം യുവാക്കളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കഞ്ചാവ് വിൽപ്പന പോലീസിൽ അറിയിച്ച യുവാക്കളെയാണ് ആക്രമിച്ചത്. 24 തിരൂർ. വീട്ടിൽ കഞ്ചാവ് ചെടി വളർത്തിയതിന് പിടിയിലായ എജീസ് ഓഫീസ് ജീവനക്കാരൻ ജതിൻ വിത്ത് എത്തിച്ചത് രാജസ്ഥാനിൽ നിന്നാണെന്ന് മൊഴി നൽകി. ആദ്യമായാണ് ചെടി വളർത്തുന്നതെന്നും കൂടെ താമസിക്കുന്നവർക്ക് ഇതിൽ പങ്കില്ല എന്നും ജതിൻ എക്സൈസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ ജതിനെ റിമാൻഡ് ചെയ്തു.
ഇന്നലെ രാത്രി തിരുവനന്തപുരം കമലേശ്വരത്ത് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മട്ടുപ്പാവിൽ 5 മാസം പ്രായമുള്ള കഞ്ചാവ് ചെടികൾ എക്സൈസ് പിടികൂടിയത്. കൂടെ കഞ്ചാവ് വിത്തുകളും പിടികൂടിയിട്ടുണ്ട്. വീട്ടിൽ ജതിനെ കൂടാതെ മറ്റു 2 പേരും ഉണ്ടായിരുന്നു. മൂവരും AG's ഓഫീസിലെ അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർമാരാണ്. രാജസ്ഥാൻ സ്വദേശിയായ ഇയാൾ 2 വർഷം മുമ്പാണ് തിരുവനന്തപുരത്ത് ജോലിക്കെത്തുന്നത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ ആദ്യമായാണ് ടെറസിൽ കഞ്ചാവ് കൃഷി ചെയ്തതെന്നാണ് മൊഴി. കൂടെയുള്ളവർക്ക് പങ്കില്ലെന്നും ജതിൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ എക്സൈസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. കഞ്ചാവ് കേസിൽ ജീവനക്കാരൻ പിടിയിലായ വിവരം എക്സൈസ് സംഘം AG's ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. 24 തിരുവനന്തപുരം. കോഴിക്കോട് ഫറോക്ക് പുതിയ പാലത്തിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. ഇന്ന് പുലർച്ചെ 2:30 സംഭവം. കുടുംബ പ്രശ്നങ്ങളാണ് യുവാവിനെ ആത്മഹത്യാശ്രമത്തിന് പ്രേരിപ്പിച്ചത്. മാറാട് പോലീസ് സ്ഥലത്തെത്തിയാണ് യുവാവിനെ ആത്മഹത്യാശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. പുലർച്ചെ 2:30 പോലീസ് കൺട്രോൾ റൂമിലേക്ക് താൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നറിയിച്ച് കോൾ വരികയായിരുന്നു. ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ നിന്ന് മാറാട് പോലീസിനെ വിവരം അറിയിച്ചു. മാറാട് ഇൻസ്പെക്ടർ ബെന്നിയും സംഘവും ഉടൻ ഫറോക്ക് പുതിയ പാലത്തിലേക്കെത്തി. 24 വയസ്സുകാരൻ തിരൂരങ്ങാടി സ്വദേശി പുഴയിലേക്ക് ചാടുന്നതിന് പാലത്തിന്റെ മുകളിൽ കയറി നിന്നു. ഏറെ നേരത്തെ അനുനയത്തിനൊടുവിലാണ് യുവാവിനെ പോലീസ് താഴെയിറക്കിയത്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം, ഉറപ്പാണ്. വിശ്വാസം ഉണ്ടോ? ഞങ്ങളെ വിശ്വാസം ഉണ്ടോ? വിശ്വാസം ഉണ്ടല്ലേ? അത് പറയും. കുടുംബ പ്രശ്നങ്ങളാണ് ആത്മഹത്യാ ശ്രമത്തിന് കാരണം. നിറ കണ്ണുകളോടെ യുവാവ് പോലീസിനോട് കാര്യങ്ങൾ വിവരിച്ചു. ഒടുവിൽ കൂടെയുണ്ട് എന്ന ഉറപ്പോടെ യുവാവിനെ തിരികെ വീട്ടിലെത്തിച്ചു. 24 കോഴിക്കോട്. തിരുവനന്തപുരം മുതലപ്പുഴയിൽ പൊഴിമുറിക്കുന്നതിൽ തിടുക്കം വേണ്ടെന്ന് സർക്കാർ. പ്രതിഷേധക്കാരെ അനുനയിപ്പിച്ച ശേഷം മാത്രം തുടർ നടപടി എന്നാണ് സർക്കാരിന്റെ തീരുമാനം. അതിനിടെ അഞ്ചുതെങ്ങ് പ്രദേശത്തെ വീടുകളിലേക്കുള്ള വഴികളിൽ വെള്ളം കയറി. മുതലപ്പുഴയിൽ അഴിമുഖം മണൽ മൂടിയ പ്രതിസന്ധിയിൽ കരുതലോടെ ഇടപെടാൻ സർക്കാർ തീരുമാനം. പൊഴിമുറിക്കുന്നതിന് മുൻപ് സമരക്കാരുമായി വീണ്ടും ചർച്ച നടത്തും. പ്രദേശവാസികളെ വിശ്വാസത്തിലെടുത്ത ശേഷം മാത്രം തുടർ നടപടി കൈക്കൊള്ളും. സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചാണ് സർക്കാരിന്റെ പിന്നോട്ടുപോക്ക്. പൊഴിമുറിക്കുന്നത് എന്തിനെന്ന് മത്സ്യത്തൊഴിലാളികളോട് വിശദീകരിക്കും. വള്ളങ്ങൾ കടന്നുപോകും വിധം പൊഴിമുറിക്കാമെന്ന് ഫിഷറീസ് വകുപ്പ് ഉറപ്പ് നൽകി. പോലീസ് ഇടപെടൽ സ്ഥിതി വഷളാക്കുമെന്നാണ് വിലയിരുത്തൽ. പൊഴിമുറിച്ചില്ലെങ്കിൽ സമീപത്തെ 5 പഞ്ചായത്തുകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ പരിഹാരമാർഗവും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനിടെ അഞ്ചുതെങ്ങ് കെട്ടുപുര പ്രദേശത്ത് പുരയിടങ്ങളിലും വീടുകളിലേക്കുള്ള വഴികളിലും വെള്ളം കയറി. ഇന്നലെ പെയ്ത മഴയിലായിരുന്നു വെള്ളം കയറിയത്. എത്രയും വേഗം പുതിയ ഡ്രഡ്ജർ കൂടിയെത്തിച്ച പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ നീക്കം. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ റോഡിന് RSS സ്ഥാപകൻ KB ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിനെ പിന്തുണച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗുമാണെന്ന BJP നേതാവ് MS കുമാറിന്റെ ആരോപണം ശരിവെക്കുകയാണ് CPIM. MS കുമാർ പറഞ്ഞത് ശരിയാണെന്ന് 92-93 കാലത്ത് തിരുവനന്തപുരം നഗരസഭ CPM കൗൺസിലറും മുൻ മേയറുമായ ജയൻ ബാബു പറഞ്ഞു. നഗരസഭാ രേഖകളിൽ ഇപ്പോഴും റോഡിന് ഹെഡ്ഗേവാർ എന്നു തന്നെയാണ് പേര്. തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂൾ മുതൽ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള റോഡിന്റെ പേര് ഹെഡ്ഗേവാർ റോഡ് എന്നാണ് BJP നേതാവ് MS കുമാറിന്റെ അവകാശവാദം. 1992-93 കാലത്ത് നഗരസഭയിൽ താനാണ് റോഡിന് ഹെഡ്ഗേവാർ എന്ന പേര് നൽകണമെന്ന പ്രമേയം അവതരിപ്പിച്ചത്. പേരിടൽ പ്രമേയത്തെ പിന്തുണച്ചത് കോൺഗ്രസും മുസ്ലിം ലീഗുമെന്നും BJP നേതാവ് MS കുമാർ 24നോട് പറഞ്ഞു. LDFന്റെ എതിർപ്പിനെ അവഗണിച്ചായിരുന്നു പ്രമേയം പാസാക്കിയതെന്നും MS കുമാർ. അതായത് 32 വർഷങ്ങൾക്ക് മുമ്പ്, ശരിക്കും പറഞ്ഞാൽ 1992 ഇങ്ങനൊരു പ്രമേയം ഞാൻ അവതരിപ്പിച്ച് കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലെ മുമ്പിലുള്ള റോഡ് ഫോർട്ട് ഹൈസ്കൂൾ മുതൽ നമ്മുടെ വാഴപ്പള്ളി ജംഗ്ഷൻ വരെയുള്ള ആ റോഡിന് ഡോക്ടർ ഹെഡ്ഗേവാർ റോഡെന്ന് നാമകരണം ചെയ്ത് ബോർഡ് സ്ഥാപിക്കണം എന്നുള്ളതിൻ്റെ പ്രമേയം അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചുമ്മാ ഒരു ഷോ കാണിക്കുന്നതല്ലേ. ഇപ്പോൾ ഡോക്ടർ ഹെഡ്ഗേവാർ അവർക്ക് രാഷ്ട്രീയമായി വിയോജിപ്പുണ്ടാകാം, പക്ഷേ നേതാക്കളെ നമ്മളെല്ലാവരും എല്ലാ പാർട്ടി നേതാക്കളെ ആദരിക്കുന്നില്ല. BK നായനാർ പാർക്ക് എന്ന് പറഞ്ഞ് പുത്തിരിക്കണ്ട മൈതാനത്ത് പേരിട്ടപ്പോൾ ഞങ്ങളത് എതിർത്തില്ലല്ലോ. വാദം ശരിയെന്ന് അന്നത്തെ CPIM കൗൺസിലറായ ജയൻ ബാബു പറഞ്ഞു. 1988 അധികാരത്തിൽ വന്ന കൗൺസിലാണ്. അന്ന് 50 അംഗങ്ങളേ ഉള്ളൂ. അതിൽ 88 ആദ്യത്തെ മേയർ ഞാനായിരുന്നു. MS കുമാറിൻ്റെ ഈ പ്രമേയം വന്നത്, ഈ പ്രമേയത്തെ CPM ശക്തിയായിട്ട് എതിർത്തു. പക്ഷേ അവർക്ക് അന്ന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അതിൽ BJPയും കോൺഗ്രസിൻ്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള വാഴോട്ടുകോടൻ രവിയായിരുന്നു ലീഡർ. BJP ലീഗിൻ്റെ ലീഡർമാരുമെല്ലാം ഒന്നിച്ച് അന്നത്തെ മേയറുടെ നേതൃത്വത്തിൽ
അവർ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച മേയറുടെ നേതൃത്വത്തിലാണ് പ്രമേയം അവതരിപ്പിച്ചെടുത്തത്. നഗരസഭാ രേഖകളിൽ ഇപ്പോഴും റോഡിന് ഹെഡ്ഗേവാർ റോഡ് എന്നാണ് പേര്. എന്നാൽ റോഡ് വികസിപ്പിച്ചതോടെ സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ അപ്രത്യക്ഷമായി. 24 തിരുവനന്തപുരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ കോൺഗ്രസിൽ സജീവമാകുന്നതിനിടെ മണ്ഡലത്തിന്റെ ചുമതലയുള്ള AP അനിൽകുമാർ MLAയും PV അൻവറും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തനിക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ടെന്ന് PV അൻവർ പ്രതികരിച്ചു. അതേസമയം ആര്യാടൻ ഷൗക്കത്ത്, VS ജോയ് എന്നീ പേരുകളിൽ ഇപ്പോഴും നേതൃത്വം സമവായത്തിലെത്തിയിട്ടില്ല. മലപ്പുറം ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം AP അനിൽകുമാർ MLAയും PV അൻവറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. അരമണിക്കൂറോളം ചർച്ച നീണ്ടുനിന്നു. ആര്യടൻ ഷൗക്കത്തോ VS ജോയിയോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഉത്തരത്തിലേക്കെത്താൻ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇരുവരുമായി അനിൽകുമാർ ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. മണ്ഡലത്തിൽ വിജയ സാധ്യത കൂടുതൽ VS ജോയിക്കാണെന്ന അഭിപ്രായം PV അൻവർ അനിൽകുമാറിനെ ധരിപ്പിച്ചതായാണ് അറിയുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി പ്രവേശനം നടന്നാൽ ഭൂരിപക്ഷം UDFന് വർദ്ധിക്കുമെന്ന് PV അൻവർ. അതൊക്കെ അവർക്ക് തീരുമാനിക്കാം. UDF ലീഡർഷിപ്പിന് അതിന് ഫുൾ ഫ്രീഡം ഉണ്ട്. ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആലോചിച്ച് തീരുമാനിച്ചോട്ടെ, കുഴപ്പമില്ല. മുന്നണിയിലെടുത്താൽ UDFന് ഗുണം ചെയ്യും, അത് കൂടുതൽ ഗുണം ചെയ്യും. തർക്കങ്ങളില്ലെന്നും ഉപതെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ അൻവറുമായി ചർച്ച നടത്തിയെന്നും AP അനിൽകുമാർ. അതിനകത്ത് കോൺഗ്രസ് എല്ലാ വശങ്ങളും പരിശോധിച്ച് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിന് അവിടെ വിജയിക്കണം. അപ്പോൾ അതിനനുസരിച്ച് സ്ഥാനാർത്ഥികൾ ആരാണ് കൂടുതൽ നല്ലത്, ഒരേപോലുള്ള സ്ഥാനാർത്ഥികൾ അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ പരിശോധിച്ച് പാർട്ടി തീരുമാനം പറയും. ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ കൂടി അഭിപ്രായം ആരാഞ്ഞ ശേഷമാകും സ്ഥാനാർത്ഥി ആര് എന്നതിലേക്ക് അന്തിമ തീരുമാനമെടുക്കുക. അനുനയ ചർച്ചകൾ സജീവമായി തന്നെ പാർട്ടിയുടെ അണിയറയിൽ നടക്കുന്നുണ്ട്. 24 മലപ്പുറം. 24 ഫോളോ അപ്പ്. ഓൺലൈൻ എഡ്യൂക്കേഷന്റെ മറവിൽ നടന്ന വൻ സൈബർ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റിന്റെ പേരിൽ വിദ്യാർത്ഥികളെ സ്വാധീനിച്ച് സംസ്ഥാനത്ത് ഇവോക്ക എഡ്യൂകെക് നടത്തിയത് കോടികളുടെ തട്ടിപ്പാണ്. പണം തിരികെ ചോദിച്ചവർക്ക് നേരെ പ്രതി രമിത്തിന്റെ ഭാര്യ ചിഞ്ചു നടത്തിയ ഭീഷണി സന്ദേശവും പുറത്തുവന്നു. ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ വളർച്ച പ്രാപിക്കുന്ന കാലമാണ്. ഈ മേഖലയുടെ സാധ്യത തിരിച്ചറിഞ്ഞ് ചില തട്ടിപ്പ് സംഘങ്ങൾ അരങ്ങുവാഴുകയാണ്. കേരളത്തിൽ നിന്നും ഇവോക എഡ്യൂടെക് എന്ന കമ്പനി തട്ടിയത് കോടികളാണ്. ഒരു വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് എല്ലാവരെയും ധരിപ്പിച്ചു. വർക്ക് ഫ്രം ഹോമായി ജോലി ചെയ്തവരെയും ഇടനിലക്കാരായി നിന്നവരെയും വൻ തുകകൾ നിക്ഷേപമായി വാങ്ങി പറ്റിച്ചു. ഇതിന്റെ അകത്തൊരു 1 മന്തെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ പക്ക ഇത് ഫ്രോഡാന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. പക്ഷെ നമ്മൾ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു കമ്പനി അവിടെ ഇല്ല. റോഡിന്റെ നടുക്കാണ് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് കാണിക്കുക. ഇത് ക്വസ്റ്റ്യൻ ചെയ്ത കുറച്ച് പേരെ ഷൗട്ട് ചെയ്തിട്ട് അവരെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്ത് അവർക്കെതിരെ ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തി. കിട്ട പൈസയും അതിന്റെ കൂടെ എക്സ്ട്രാ നമുക്കൊരു പേയ്മെന്റ് പേ ഔട്ട് ആയിട്ട് തരുന്നവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇടാൻ തുടങ്ങി. കാരണം ഞങ്ങൾ വിശ്വസിച്ച് പോയി. കാരണം കോളേജിലേക്ക് വന്ന ഒരു ടീമാണല്ലോ. അപ്പൊ ഞങ്ങൾ അത് വിശ്വസിച്ച് ഞങ്ങൾ ഫസ്റ്റ് ഒരു ബൾക്ക് ഇട്ട് അതിനവര് പേ ഔട്ട് ആയിട്ട് തരുന്നു പറഞ്ഞ് അങ്ങനെ കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടാണ് ഞാനും ഇട്ടത്. മലപ്പുറം സ്വദേശി രമിത്ത് ചിങ്ങവനം പോലീസിന്റെ പിടിയിലായി. പണം തിരികെ ചോദിച്ചവർക്കെതിരെ രമിത്തിന്റെ ഭാര്യ ചിഞ്ചു ഭീഷണി മുഴക്കുന്ന ശബ്ദ സന്ദേശം 24-ന് ലഭിച്ചു. ഏത് വഴിക്ക് അവർക്ക് പണി വരാന്നറിയില്ല, പക്ഷെ കൊടുക്കും, ഞാൻ കൊടുക്കും. കാരണം അത് അവര് അറിയില്ല, ഒരിക്കലും അറിയില്ല എങ്ങനെയാ അവർക്ക് അത് കിട്ടിയെന്ന്. പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. ഇപ്പൊ രമിത്തിനൊക്കെ 36 വയസ്സുണ്ട് അല്ലേ? ഒരു കമ്പനി നടത്താണ്. അപ്പൊ അവർക്ക് അതിന്റേതായ കോണ്ടാക്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാളെ ആ കൊച്ചിന്റെ കൈയും കാലം ഒടിഞ്ഞായിട്ടുണ്ടെങ്കിൽ അത് ഒരു മനുഷ്യൻ പോലും അറിയില്ല എന്താ അവിടെ സംഭവിച്ചതെന്ന്. ചെയ്യൂല ആൾക്കാര്. കറക്റ്റാണ്. ഒരാള് ഒരു പട്ടിക്കുഞ്ഞ് പോലും ചോദിക്കാനുണ്ടാവില്ല. തട്ടിപ്പിലൂടെ ലഭിച്ച പണം കൊച്ചിയിൽ ആഡംബര ഫ്ളാറ്റ് വാങ്ങാനും വിദേശയാത്രകൾക്കും ഉപയോഗിച്ചുവെന്ന് ആരോപണം. രമിത്തിന്റെയും കുടുംബത്തിന്റെയും വിദേശയാത്രകളുടെ തെളിവ് 24-ന് ലഭിച്ചു. ചിങ്ങവനം സ്വദേശിക്ക് നഷ്ടമായത് ഏകദേശം 20 ലക്ഷം രൂപ. മലപ്പുറം, ഇലന്തൂർ, കഴക്കൂട്ടം, ചിങ്ങവനം എന്നീ സ്റ്റേഷനുകളിൽ നിലവിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തത്.
ഇവോക എഡ്യൂടെക്കിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് പോലീസ്. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ പേരിൽ ഒരു തട്ടിക്കൂട്ട് പ്ലാറ്റ്ഫോം ഉണ്ട് എങ്കിൽ ആർക്കും എന്തും ചെയ്യാമെന്ന സ്ഥിതി മാറണം. സർക്കാരിന്റെ ശ്രദ്ധ അതീവ ഗൗരവകരമായി തന്നെ ഈ വിഷയത്തിൽ പതിയേണ്ടതുണ്ട്. ക്യാമറാമാൻ അനൂപ് എസ് നായർക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ക്ലർക്ക് കെ സംഗീത് ലോട്ടറി ഡയറക്ടറേറ്റിലും സമാന തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. ലോട്ടറി വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ വ്യാജ ഒപ്പ് ചെക്കിൽ രേഖപ്പെടുത്തിയായിരുന്നു തട്ടിപ്പ്. ജീവനക്കാരുടെ സഹതാപം പിടിച്ചുപറ്റാൻ ക്യാൻസർ രോഗിയെന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതായും വിജിലൻസ് പരിശോധനയിൽ കണ്ടെത്തി. തട്ടിപ്പ് വീരനാണ് ആറ്റിങ്ങൽ മാമം സ്വദേശി കെ സംഗീത് എന്നാണ് വിജിലൻസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിലെ കണ്ടെത്തൽ. 2018-19 വർഷം ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ ശേഷം ഡയറക്ടറേറ്റിലെത്തിയ പ്രതി അവിടെയും സമാന തട്ടിപ്പ് നടത്തി. ലോട്ടറി ഡയറക്ടറുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി ഡയറക്ടറുടെ കള്ള ഒപ്പിട്ട് ചെക്ക് മാറി. അന്വേഷണം വന്നാൽ പിടിക്കപ്പെടാതിരിക്കാൻ ഈ ഫയലുകൾ നശിപ്പിച്ചു. ജീവനക്കാരുടെ സഹതാപം പിടിച്ചുപറ്റാൻ ക്യാൻസർ രോഗിയായി അഭിനയിച്ചെന്നും ആഭ്യന്തര അന്വേഷണത്തിൽ ഇത് വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തെന്ന് വിജിലൻസ് പറഞ്ഞു. സ്ഥാനക്കയറ്റം ലഭിച്ചാൽ സ്ഥലം മാറ്റം കിട്ടുമെന്ന് കരുതി അതും വേണ്ടെന്ന് വെച്ചു. 6 മാസം കൂടുന്തോറും നടക്കുന്ന ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ തട്ടിപ്പ് പിടിക്കപ്പെടാതിരിക്കാൻ ഫയലുകൾ തിരിമറി നടത്തി. ഓഫീസ് ഫയലുകൾ വീട്ടിൽ കൊണ്ടുപോകുന്നത് സംഗീതിന്റെ പതിവെന്നാണ് വിജിലൻസ് പറയുന്നത്. ഇങ്ങനെയും ഇയാൾ നിരവധി ഫയലുകൾ മുക്കിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ക്ലർക്കായ ഇയാൾ തിരുവനന്തപുരം സിറ്റിയിൽ 2 വീടുകൾ വാങ്ങിയെന്നും ഇത് അഴിമതിപ്പണം കൊണ്ടെന്നുമാണ് ആരോപണം. നിലവിൽ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് പ്രതി. ഇതും വ്യാജമാണോ എന്നാണ് വിജിലൻസ് പരിശോധിക്കുന്നത്. അജീഷ് ജയകുമാർ, 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടി തടയണമെന്നാവശ്യപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് സുപ്രീം കോടതിയിൽ ഹർജി നൽകി. എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. ഭൂമി ഏറ്റെടുക്കാനുള്ള സർക്കാരിന്റെ ഉത്തരവ് ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ വാദം. ഏറ്റെടുക്കുകയാണെങ്കിൽ 2013 നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നഷ്ടപരിഹാരം ലഭിക്കണമെന്നും എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഹർജിയിൽ ആവശ്യപ്പെടുന്നു. IPL വാർത്തകൾ. IPL ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പഞ്ചാബ് കിങ്സ് പോരാട്ടം. രാത്രി 7:30 ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനമാണ് ഇരു ടീമുകളുടെയും ലക്ഷ്യം. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലാണ്. കഴിഞ്ഞ 17 സീസണിലും കാണാത്ത തരത്തിൽ ഇത്തവണ ഉജ്ജ്വല പ്രകടനം നടത്തുമ്പോഴും സ്വന്തം തട്ടകത്തിലെത്തിയാൽ കളി മറക്കും. സീസണിൽ RCB തോറ്റ 2 കളിയും ഹോം ഗ്രൗണ്ടായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ. തിണ്ണമെടുക്കില്ലാത്തവരെന്ന ചീത്തപ്പേര് ഇന്ന് മാറ്റാമെന്ന പ്രതീക്ഷയിലാണ് രജത് പാട്ടീദാറും സംഘവും. 248 റൺസുമായി ടൂർണമെന്റിലെ തന്നെ റൺവേട്ടക്കാരിൽ മുൻനിരയിലുള്ള വിരാട് കോഹ്ലിയാണ് RCBയുടെ പ്രധാന ബാറ്റിംഗ് കരുത്ത്. ഫിൽ സാൾട്ട്, രജത് പാട്ടീദാർ, ദേവദത്ത് പടിക്കൽ തുടങ്ങിയവരും മികച്ച ഫോമിൽ. ജോഷ് ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ, യാഷ് ദയാൽ പേസ് ത്രയവും RCBക്ക് കന്നിക്കപ്പിന്റെ പ്രതീക്ഷകൾ നൽകുന്നു. കൊൽക്കത്തയ്ക്കെതിരായ ചരിത്ര ജയത്തിന്റെ ചൂടിലാണ് പഞ്ചാബ് കിങ്സ്. 111 റൺസ് പ്രതിരോധിച്ച ശ്രേയസും സംഘവും നേടിയത് IPL ചരിത്രത്തിലെ തന്നെ ഡിഫൻഡ് ചെയ്യുന്ന ഏറ്റവും കുറഞ്ഞ സ്കോറിന്റെ റെക്കോർഡ്. 4 വിക്കറ്റുമായി കൊൽക്കത്തയ്ക്കെതിരായ കളി കീഴ്മേൽ മറിച്ച യുസ്വേന്ദ്ര ചഹലാണ് ഇന്നും പഞ്ചാബിന്റെ തുറുപ്പ് ചീട്ട്. 51 വിക്കറ്റുകളുള്ള RCB മുൻതാരമായ ചഹലിന്റെ പേരിലാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഏറ്റവും കൂടുതൽ വിക്കറ്റുകളുടെ റെക്കോർഡ്. പവർ ഹിറ്റർമാരാൽ സമ്പന്നരായ 2 ടീമുകൾ മുഖാമുഖമെത്തുമ്പോൾ ചിന്നസ്വാമിയിൽ റെക്കോർഡ് സ്കോർ പോലും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്പോർട്സ് ഡെസ്ക് 24. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
വാർത്താമഴ അവസാനിക്കുന്നു.